പ്രഭുദേവ എന്ന് കേൾക്കുമ്പോൾ നമ്മുടെയൊക്കെ മനസ്സിലേക്ക് ആദ്യം വരുന്നത് കുറെ അടിപൊളി പാട്ടുകളും അതുപോലെ അടിപൊളി ഡാൻസും ഒക്കെ ആയിരിക്കും. എനിക്ക് പ്രഭുദേവയുടെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു സിനിമ എന്ന് പറയുന്നത് കാതലനാണ്. കാതലന്റെ സോങ്സ് എനിക്ക് തോന്നുന്നു ഞാൻ റിപ്പീറ്റ് ആയിട്ട് കേൾക്കുന്ന കുറച്ച് പാട്ടുകൾ എടുത്താൽ ഒരു 25 പാട്ടുകൾ എടുത്തു കഴിഞ്ഞാൽ അതിലൊരു ആൽബം എന്തായാലും കാതലൻ സിനിമയുടെ ആയിരിക്കും. അതുപോലെ തന്നെ അതിൽ ഡാൻസ് അല്ലെ മുക്കാല മുക്കാവലയായാലും കാതലൻ എന്നുള്ള ആ ഒരു കാതലിക്ക പെണ്ണ് എന്നുള്ള ആ സോങ് ആയാലും ഉർവശി ഉർവശി എല്ലാ പാട്ടുകളായാലും അടിപൊളി തന്നെയാണ്. ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോഴാണ് ആ ഒരു സിനിമ റിലീസ് ആവുന്നത്. ആ സിനിമ റിലീസ് ആകുമ്പോൾ ഞാൻ 5ാം ക്ലാസ്സിലാണ്. 32 വർഷങ്ങളായി കാതലൻ എന്ന സിനിമ റിലീസായിട്ട്. അപ്പോൾ കാതലൻ സിനിമ ഇന്ന് നമുക്ക് കാണുമ്പോൾ വളരെ ഫ്രഷ് ആയിട്ടുള്ള ഒരു സിനിമയാണ്. പ്രഭുദേവ എന്ന നടൻ അതിനു മുമ്പ് ജെന്റിൽമാൻ എന്ന സിനിമയിലെ ആ ഒരു പാട്ട് സീൻ ചിക്ക് ബുക്ക് റൈൽ എന്നുള്ള ആ ഒരു പാട്ട് സീനിൽ 93 ഇറങ്ങിയ ആ ഒരു സിനിമ, അത് കഴിഞ്ഞിട്ടാണ് കാതലൻ സിനിമയിൽ നായകനാവുന്നത്. ശരിക്ക് കാതലൻ സിനിമയിലെ നായകനാവേണ്ടിയിരുന്നത് പ്രഭുദേവയല്ലായിരുന്നു. സംവിധായകൻ ശങ്കറിന്റെ ആദ്യത്തെ ചോയ്സ് അന്നത്തെ യുവ അന്നത്തെ യുവ നടന്മാരിൽ ശ്രദ്ധേയനായ, അല്ലെങ്കിൽ അന്നത്തെ ഒരു യൂത്ത് ഐക്കൺ എന്നും ഒക്കെ പറയാം, പ്രശാന്ത് ത്യാഗരാജൻ എന്ന വളരെ സീനിയർ ആയിട്ടുള്ള ഒരു നടന്റെ മകനാണ്. 1990 പ്രശാന്ത് ആദ്യമായിട്ട് സിനിമയിൽ അഭിനയിച്ചു തുടങ്ങുന്നത്. അത് കഴിഞ്ഞ് നമ്മുടെ ആ ഒരു വർഷം തന്നെ 90-91 വർഷം തന്നെ നമ്മുടെ പെരുന്തച്ചൻ എന്ന സിനിമയിലും അതിശക്തമായിട്ടുള്ള ഒരു കഥാപാത്രം നമ്മുടെ തിലകന്റെ കൂടെ അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് പ്രശാന്ത് ഒരുപാട് നായക വേഷങ്ങൾ പ്രശാന്തിൻ്റെതായിട്ട് തമിഴിൽ ഇറങ്ങി. 1990 വൈകാസി പുറന്താച്ച് എന്ന ഒരു സിനിമയിലൂടെയാണ് പ്രശാന്ത് തുടങ്ങുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നീട് നമ്മുടെ പെരുന്തച്ചൻ എന്ന സിനിമയിൽ ഒരു വേഷം ചെയ്തു. അത് കഴിഞ്ഞ് പിന്നെ തമിഴിൽ ചെമ്പരത്തി, കൺമണി, അങ്ങനെ കുറെ സിനിമകൾ. അപ്പൊ ആ ഒരു സമയത്ത് 93-94 എന്ന കാലഘട്ടത്തിൽ ഒരു വർഷം 3-4 സിനിമകളൊക്കെയാണ് പ്രശാന്ത് അന്ന് അഭിനയിക്കുന്നത്. അപ്പൊ ശങ്കർ ജെന്റിൽമാൻ കഴിഞ്ഞിട്ട് ശങ്കർ അന്ന് അടുത്ത ഒരു സിനിമ, അന്ന് ശങ്കർ ഇതിന്റെ ഒരു കഥ ആലോചിച്ചിരുന്നപ്പോൾ ആ ജെന്റിൽമാൻ നമുക്കറിയാം വളരെ ഒരു ആക്ഷൻ മൂഡിലുള്ള സിനിമ, അല്ലെങ്കിൽ ഒരു അഴിമതിക്കെതിരെ അല്ലെങ്കിൽ അനീതിക്കെതിരെ പോരാടുന്ന ഒരു നായകന്റെ കഥ, ആ ഒരു രീതിയിലായിരുന്നു ജെന്റിൽമാൻ. അപ്പൊ അടുത്തത് അത്ര ഹെവി വേണ്ട, ഒരു ചെറിയൊരു സബ്ജക്റ്റ് മതി, അതിൽ നമുക്കൊരു ഗ്രാൻഡ്യൂർ ആക്കി ഒരു സിനിമ ചെയ്യാം. അങ്ങനെയാണ് അന്ന് ഒരു സാധാരണ വീട്ടിലൊരു പയ്യൻ ഒരു കാശുള്ള വീട്ടിലെ പെൺകുട്ടി പ്രണയിക്കുന്നു. ഇങ്ങനെ ആ ഒരു ഒറ്റ വരിയാണ് KT കുഞ്ഞുമോൻ എന്ന നിർമ്മാതാവിന്റെ അടുത്ത് ശങ്കർ പറയുന്നത്. അപ്പൊ അതിൽ വർക്ക് ചെയ്തോളാൻ പറഞ്ഞു. പിന്നെ അതിലോട്ട് അന്ന് തമിഴ്നാട് മുഴുവനും പിടിച്ചു കുലയ്ക്കുന്ന, അല്ലെങ്കിൽ തമിഴ്നാട് മുഴുവൻ ചർച്ച ചെയ്യുന്ന ചീഫ് മിനിസ്റ്റർ അന്നത്തെ ജയലളിതയും അന്നത്തെ ഗവർണറായിട്ടുള്ള അവരുടെ ചില ഇഷ്യൂസ് ഒക്കെ കൂടി കൂട്ടിച്ചേർത്തിട്ടാണ് ഇത് ഈ ഒരു സ്ക്രിപ്റ്റിലോട്ട് കൊണ്ടുവന്നത്. അങ്ങനെ ഈ ഒരു സബ്ജക്റ്റ് അന്നത്തെ ഒരു യുവ നടൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലോട്ട് വന്നത് പ്രശാന്തിനെയാണ്. കാരണം ഡാൻസ് ചെയ്യാൻ അതിനു മുമ്പ് നമുക്കറിയാം തിരുട് എന്നുള്ള ഒരു സിനിമയിലൊക്കെ അതിഗംഭീരമായിട്ടാണ് പ്രശാന്തുണ്ട്, ആനന്ദ നടനുണ്ട്. മണിരത്നത്തിന്റെ ഒരു സിനിമ, അന്ന് ആ സിനിമ തിയേറ്ററിക്കലി ശരിക്കും വിജയമല്ലായിരുന്നു, പക്ഷെ പ്രശാന്ത് ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. പക്ഷെ അന്ന് പ്രശാന്തിന് ഡേറ്റ്സിന്റെ ഇഷ്യൂസോ പല കാരണങ്ങൾ കൊണ്ട് എന്തായാലും അന്ന് പ്രശാന്തിന് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ KT കുഞ്ഞുമോൻ തന്നെയാണ് പറഞ്ഞത് നമുക്ക് പ്രഭുദേവനെ അഭിനയിപ്പിക്കാം. അപ്പൊ പ്രഭുദേവ ആ ഒരു ഒറ്റ സോങ്ങിൽ ജെന്റിൽമാനിൽ കൈയടി കൊണ്ടുവരുന്നതാണ്. പക്ഷെ ശങ്കറിന് ആദ്യം ചെറിയൊരു ഇതുണ്ടായിരുന്നു പ്രഭുദേവ അഭിനയിപ്പിക്കണോ, പക്ഷെ പിന്നെ അഭിനയിപ്പിച്ചു. അതിഗംഭീരമായിട്ട് തന്നെ പ്രഭുദേവ ചെയ്തു. എനിക്ക് തോന്നുന്നു ഇന്ന് പ്രഭുദേവ അല്ലാതെ നമുക്ക് ആരെയും ആ ഒരു വേഷത്തിലോട്ട് സങ്കല്പിക്കാൻ സാധിക്കില്ല. എന്തായാലും ആ ഒരു സിനിമ പ്രഭുദേവയുടെ കരിയർ മാറ്റിമറിച്ച് അവിടെ നിന്ന് അങ്ങോട്ട് നായകനായിട്ട് ഒരുപാട് സിനിമകൾ, ഇന്ദു, ലവ് ബേർഡ്സ്, കുറെ സിനിമകൾ ഞാൻ തന്നെ ആ സമയത്തൊക്കെ കുറെ 1-2 സിനിമകളൊക്കെ തിയേറ്റർ കണ്ടിട്ടുണ്ട്. പിന്നെ സ്ഥിരമായിട്ട് കാസറ്റ് എടുത്ത് കാണാം. നമുക്ക് ഡാൻസ് ഒക്കെ കാണാൻ വളരെ താല്പര്യമുള്ളതുകൊണ്ട് ഞാൻ പിന്നെ വേറെ എവിടെയോ വായിച്ചിട്ടുണ്ട്. അന്ന് ആ ഒരു കാലഘട്ടത്തിൽ ഒരു 95 എന്നൊരു വർഷമൊക്കെ എത്തിക്കഴിഞ്ഞപ്പോൾ യുവ നടന്മാരിൽ അന്ന് അരവിന്ദ് സ്വാമി, പ്രഭുദേവ, പ്രശാന്ത്, ഇവരൊക്കെയായിരുന്നു അന്നത്തെ. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ അന്നത്തെ അപ്കമിങ് ആയിരുന്ന അജിത്തും വിജയും ഒക്കെ വന്നത്. എന്തായാലും അന്ന് പ്രശാന്തിന് ആ ഒരു സിനിമ മിസ്സായത് പ്രശാന്ത് തന്നെ പിന്നീട് പറഞ്ഞു. പിന്നീട് അത് കഴിഞ്ഞിട്ട് ഇന്ത്യനും കഴിഞ്ഞ ശേഷം ശങ്കർ ജീൻസിന്റെ സബ്ജക്റ്റ് ആയിട്ട് പ്രശാന്തിന്റെ അടുത്ത് വന്നു കഴിഞ്ഞപ്പോൾ പ്രശാന്ത് പറഞ്ഞു ഞാനത് ചെയ്യാന്ന് പറഞ്ഞു. കുറെ സിനിമകൾ മാറ്റി വെച്ചിട്ടാണ് പ്രശാന്ത് ജീൻസ് ചെയ്തത്. ജീൻസ് വൻ വിജയമായിരുന്നു. പക്ഷെ ജീൻസ് കഴിഞ്ഞിട്ട് പിന്നെ അതുപോലത്തെ ഒരു വിജയം പ്രശാന്തിന് കിട്ടിയിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല എന്ന് പറയേണ്ടി വരും. ജീൻസിന് അപ്പുറത്തോട്ടൊരു വിജയം പ്രശാന്തിന് പിന്നീട് സാധിച്ചില്ല. പിന്നീട് 2000 കഴിഞ്ഞപ്പോൾ പ്രശാന്തിന്റെ കരിയർ പതുക്കെ താഴോട്ട് തന്നെയാണ് പോയത്. എന്തായാലും ഇതിൽ മറ്റൊരു കാര്യം പറയേണ്ടത്, കാതലൻ സിനിമയിൽ അന്ന് പ്രഭുദേവയ്ക്ക് ഡബ് ചെയ്തത് അന്നത്തെ അപ്കമിങ് ഹീറോ ആയിരുന്ന, സ്ട്രഗ്ലിംഗ് ആക്ടർ എന്ന് പറയാം, ആയിരുന്ന വിക്രമായിരുന്നു. പിന്നെ വിക്രമും പ്രശാന്തും തമ്മിലൊരു കണക്ഷൻ ഉണ്ട്. പലവർക്കും അറിയുന്നുണ്ടാവും, ചിലവർക്ക് അറിയുന്നുണ്ടാവില്ല. പ്രശാന്തും വിക്രമും കസിൻസ് ആണ്. അതായത് പ്രശാന്തിന്റെ അച്ഛൻ ത്യാഗരാജന്റെ സിസ്റ്ററുടെ മകനാണ് വിക്രം. എനിക്ക് ജീൻസ് ആയിട്ട് ശങ്കർ ആദ്യം പോയത് പ്രശാന്തിന്റെ അടുത്തല്ലായിരുന്നു. അത് അന്നത്തെ
മറ്റൊരു അപ്കമിങ് ഹീറോ ആയിരുന്ന കാതൽ ദേശം എന്ന ഒരു സിനിമയിലൂടെ ഒരു മുൻനിരയിലേക്ക് കയറി വന്നിരുന്ന റൊമാൻറ്റിക് ഹീറോ അബ്ബാസിന്റെ അടുത്തായിരുന്നു. അബ്ബാസ് അന്ന് 2 വമ്പൻ സിനിമകൾ നിരസിച്ചിട്ടുണ്ട്. പല വേറെ സിനിമകൾക്കൊക്കെ ഡേറ്റ് കൊടുത്ത കാരണം. അതിൽ ഒരു സിനിമയായിരുന്നു കാതലിക്ക് മര്യാദ. നമ്മൾ അതിനെക്കുറിച്ച് ഒരു എപ്പിസോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാതലിക്ക് മര്യാദ പിന്നെ സൂപ്പർ ഹിറ്റ് ആയി പോയി. അത് വിജയാണ് ചെയ്തത്. അത് കഴിഞ്ഞിട്ട് പിന്നീട് ജീൻസും അബ്ബാസ് റിജക്ട് ചെയ്തു. ആ ഒരു വേഷത്തിലോട്ടാണ് പിന്നീട് പ്രശാന്ത് വരുന്നത്. എന്തായാലും ഇന്ന് കാതലൻ പ്രഭുദേവ അല്ലാതെ നമുക്ക് ആരും സങ്കല്പിക്കാൻ പറ്റുന്നില്ല. എങ്കിലും പ്രശാന്ത് ആയിരുന്നെങ്കിൽ എങ്ങനെ ഉണ്ടാവുമായിരുന്നോ ഒന്ന് വെറുതെ ഒന്ന് സങ്കല്പിച്ച് നോക്കുക. അതുപോലെ കാതലൻ സിനിമ നിങ്ങളന്ന് തിയേറ്ററിൽ കണ്ടിട്ടുണ്ടെങ്കിൽ അതിന്റെ ഓർമ്മകൾ പറയുക. എനിക്ക് കാതലൻ സിനിമ 94 ഓണത്തിന് ഇവിടെ കേരളത്തിൽ റിലീസായി സൂപ്പർ ഹിറ്റായി. ശരിക്കും 94 ഓണത്തിന് കുറെ മലയാള സിനിമകൾ ഇവിടെ ഉണ്ടെങ്കിലും കാതലനും സൂപ്പർ ഹിറ്റായിട്ടാണ് ഇവിടെ ഓടിയിട്ടുള്ളത്. എനിക്ക് ഓണം സിനിമകളെക്കാട്ടും കൂടുതൽ കളക്ട് ചെയ്തിട്ടുള്ളത് ഒരു പക്ഷേ കാതലനായിരിക്കും. എന്തായാലും കാതലിന്റെ ഓർമ്മകളും ജീൻസിന്റെ ഓർമ്മകളൊക്കെ നിങ്ങൾ പങ്കുവയ്ക്കും.